നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi Life Easy. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സോളാർ കേസ് ഒതുക്കാൻ കാശിറക്കിയത് മുഖ്യമന്ത്രിയെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി. പണമെത്തിച്ചത് തമ്പാനൂർ രവി വഴി. അടൂർ പ്രകാശും ആര്യാടനും കെ സി വേണുഗോപാലും സരിതയ്ക്ക് പണം കൊടുത്തു. സരിത പുറത്തുവിട്ട കത്ത് വ്യാജം. റിപ്പോർട്ടർ വാർത്തയിൽ ഇളകിമറിഞ്ഞ രാഷ്ട്രീയ കേരളം. റിപ്പോർട്ടർ ചാനലിന്റെയും മറ്റു ചാനലുകളുടെയും ആളുകൾ തമ്പാനൂർ രവിയെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തു കേട്ടു എങ്കിലും ഒന്നും മിണ്ടുന്നില്ല. നാക്ക് കീഴോട്ട് പോയോ എന്തോ. അടൂർ പ്രകാശിന് കരിങ്കൊടി. കണ്ണൂരും കോഴിക്കോട്ടും സംഘർഷം. വാർത്ത നിഷേധിച്ച മുഖ്യമന്ത്രി. പുകച്ച് പുറത്തു ചാടിക്കാൻ നോക്കേണ്ടെന്ന് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലുകാർ ഞാൻ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത അവസരത്തിൽ മുതൽ നിങ്ങൾ എന്നോട് തുടങ്ങിയതാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് കോടിയേരി. ലളിത് മോദി വിവാദത്തിൽ വസുന്ധര രാജയുടെ രാജി BJP ഉടൻ ആവശ്യപ്പെടില്ല. വസ്തുത തെളിയും വരെ രാജി ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് BJP. പ്രതിസന്ധി മൂർച്ഛിച്ചാൽ ഓം മാഥൂറിനെ മുഖ്യമന്ത്രിയാക്കാനും നീക്കം. അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസിന് 3 മാസത്തെ സമയം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഓഗസ്റ്റ് 17-നകം നടപടി പൂർത്തിയാക്കാൻ നിർദ്ദേശം. യോഗ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര നീക്കം. ബംഗ്ലാദേശ് ബൗളർ മുസ്തഫിസുർ റഹ്മാനെ തള്ളിയതിന് MS ധോണിക്ക് മാച്ച് ഫീയുടെ 75% പിഴ. റഹ്മാന് 50% പിഴ. കോപ്പ അമേരിക്കയിൽ ഇന്ന് മെക്സിക്കോയ്ക്കും ചിലിക്കും നിർണായക മത്സരം. ഇറ്റേഴ്സ് വിശദമായി. സോളാർ കേസ് പ്രതി സരിത S. നായർക്ക് കേസുകൾ ഒതുക്കാൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയെന്ന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. കോൺഗ്രസ് നേതാവായ തമ്പാനൂർ രവി മുഖേന നൽകിയിരുന്ന പണം പലതവണ താൻ പോയി വാങ്ങി. ടീം സോളാർ കമ്പനിയുടെ മുൻ മാനേജർ രാജശേഖരൻ, വക്കീൽ ഗുമസ്തനായ രഘു എന്നിവരുമായി ഫെനി നടത്തിയ സംഭാഷണത്തിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. മന്ത്രിമാരായ അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ്, കെ സി വേണുഗോപാൽ MP, AP അബ്ദുള്ളക്കുട്ടി MLA എന്നിവരും സരിതയ്ക്ക് പണം നൽകിയതായി ഇവരുടെ സംഭാഷണത്തിലുണ്ട്. സോളാർ കേസ് പ്രതി സരിത ജയിലിൽ കഴിഞ്ഞ സമയത്ത് കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തമ്പാനൂർ രവിവശം തന്റെ പക്കൽ പണം നൽകിയിരുന്നതെന്ന് രാജശേഖരനുമായുള്ള സംഭാഷണത്തിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. 1063 ഞാൻ ഒരാൾ നിന്നുകൊണ്ട് ഒന്ന് ഞാൻ ഒന്ന് ഈ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇന്ന് അവള് വെളിയിൽ കിടന്നു, ഇപ്പം കിടന്നു അടുത്ത പൈസ ഇല്ല ഇല്ല. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇയാളെ വീണ്ടും വിളിക്കും. ഇനി എവിടെ അപ്പം പറയും നമുക്ക് അടൂർ എടുക്കണമെന്ന് പറയും. ഞാൻ രാത്രി 12 മണിക്ക് എത്തിരി പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുക രാത്രി 2 മണി. ഇത് കഴിഞ്ഞിട്ട് അവിടെ നിയമമാരുടെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് കടന്നു തുടങ്ങി. രാവിലെ എന്നോട് അങ്ങനെ കൊണ്ടുകൊണ്ട് ഞാൻ കൊടുത്ത് അപ്പം എന്നോട് പറഞ്ഞു ഫെനിക്കുള്ള ഫീസും പിന്നെ തമ്പാനൂർ രവിവശം ഇപ്പോഴും സരിതയ്ക്ക് പണമെത്തുന്നുണ്ട്. R. ബാലകൃഷ്ണപിള്ളയുടെ ബന്ധു ശരണ്യ മനോജും പണമിടപാടിൽ ഇടനിലനിന്നിരുന്നു. സരിത ജയിലിൽ കഴിഞ്ഞ സമയത്ത് താൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഫെനി വ്യക്തമാക്കുന്നു. ഞാൻ CM വിളിച്ചു. കുറച്ച് മാസം രാത്രി പുള്ളി വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ. പുള്ളി പറഞ്ഞ് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തന്നു അതെല്ലാവരും വാങ്ങിച്ചെടുത്തു. മന്ത്രി അടൂർ പ്രകാശ് അഭിഭാഷകനായ ഉണ്ണിത്താൻ വശം 30 ലക്ഷം രൂപ കൊടുത്തു. കെ സി വേണുഗോപാൽ MP പണം നൽകിയ കാര്യം രാജശേഖരൻ പറയുമ്പോഴും ഫെനി ശരിവെക്കുന്നു. എറണാകുളത്തെ പണം കൈമാറ്റത്തിൽ ബെന്നി ബെഹനാനാണ് ഇടനിലക്കാരൻ. AP അബ്ദുള്ളക്കുട്ടി നൽകിയ 10 ലക്ഷം രൂപ സരിതയ്ക്കൊപ്പം താനും ഡ്രൈവർ ശശിയും പോയാണ് വാങ്ങിയതെന്നും ഫെനി സംഭാഷണ മധ്യേ രാജശേഖരനോടും രഘുവിനോടും പറയുന്നു. അത് പുള്ളി കൂടെ പോയാൽ മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം ശശി ഞാനും ഒരു 3 പോയത്. ജയിൽ മോചിതയായ ശേഷവും സരിതയ്ക്ക് വൻതുക ലഭിച്ചിട്ടുണ്ടെന്നും കോയമ്പത്തൂരിൽ ഫാം ഹൗസും തിരുവനന്തപുരത്ത് 1 കോടിയിൽ പരം രൂപ മുടക്കി വീടും വാങ്ങിയിട്ടുണ്ടെന്നും സംഭാഷണം വ്യക്തമാക്കുന്നു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് ഒതുക്കി തീർക്കാൻ മുഖ്യമന്ത്രി തന്നെ പണം നൽകിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സരിതയുടെ അഭിഭാഷകന്റെ വാക്കുകൾ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം പ്രദീപ് സിംഗ് നെടുമൺ, റിപ്പോർട്ടർ. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയെ പരാമർശിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊള്ള സംഘമാണ്. ഓരോ ദിവസവും തെളിയുന്നത് ഇതാണ്. തമ്പാനൂർ രവിക്കും ബെന്നി ബെഹനാനും മിണ്ടാട്ടമില്ലെന്നും ചാനൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞുമാറുകയാണെന്നും VS അച്യുതാനന്ദൻ അരുവിക്കരയിൽ പറഞ്ഞു.
റിപ്പോർട്ടർ ചാനലിന്റെയും മറ്റു ചാനലുകളുടെയും ആളുകൾ ഈ മാന്യന്മാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തമ്പാനൂർ രവിയെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തു കേട്ടു എങ്കിലും ഒന്നും മിണ്ടുന്നില്ല. നാക്ക് കീഴോട്ട് പോയോ എന്തോ. ബെന്നി ബെഹ്നാനെ വിളിച്ചിട്ട് ഫോണിന്റെ കണക്ഷൻ കിട്ടിയില്ലെന്നാണ് പത്രങ്ങൾ ചാനലുകൾ പറയുന്നത്. ഓരോന്നും ഓരോ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത് വായിക്കുമ്പോൾ ഇത് ഒരു കൂട്ടക്കൊള്ള സംഘമാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വീരപ്പൻ മരിച്ചുപോയി. അയാൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന് വെറ്റിലയും പാക്കും വച്ച് മിസ്റ്റർ മാണിക്ക് ഗുരുത്വം നൽകിക്കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചേനെ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ ടി എം തോമസ് ഐസക്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം അജയ് തറയിൽ, KPCC വക്താവ് രാജശേഖരൻ, ഒപ്പം തന്നെ VV രാജേഷ് BJPയുടെ വക്താവ്, R ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ചെയർമാൻ, PC ജോർജ് നെറ്റിൽ ഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അജയ് തറയിൽ, കേസ് ഒതുക്കാൻ സരിതയ്ക്ക് പണം നൽകിയത് ഉമ്മൻചാണ്ടി തന്നെ എന്ന വെളിപ്പെടുത്തൽ നിഷേധിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി? കേസ് ഒതുക്കേണ്ട ആവശ്യത ഉമ്മൻചാണ്ടിക്ക്? ഈ കേസ് ഒതുക്കിയിട്ടില്ലല്ലോ. ഇന്നലെ ഇതേ പരിപാടിയിൽ ഫെനി ബാലകൃഷ്ണനോടുള്ള ആദ്യത്തെ ചോദ്യം അതായിരുന്നു, കേസുകൾ എത്ര എണ്ണം ഒതുക്കി ഇതിനകം എന്ന്. അപ്പോൾ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത് ഒരു 10-15 കേസുകളെങ്കിലും ഒതുക്കിയിട്ടുണ്ടാകുമെന്നാണ്. തുടർന്നുള്ള എൻ്റെ ചോദ്യം, അതിന് എത്ര കോടി രൂപ ചെലവായി കണക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല എന്നാണ്. ഇവിടെ 10-15 കേസുകൾ സരിത ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒതുക്കിയിട്ടുണ്ട് ശ്രീ അജയ് തറയിൽ. അല്ല, അതല്ല, അത് നികേഷേ, അത് അവർ തമ്മിലുള്ള കണക്കുകൾ പറഞ്ഞ് തീർത്ത കാര്യങ്ങളായിരിക്കാം. ഇവിടെ ഈ ഗവൺമെന്റ് സരിതയ്ക്കെതിരെയുള്ള കേസുകൾ പിരിമുറുക്കി അത് ശക്തമായി വലിഞ്ഞു കെട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ വിദഗ്ധമായി അതിന്റെ വിവരങ്ങൾ ഇന്ന് പലരും അത് വിശദീകരിച്ചതാണ്. സ്വകാര്യ അന്യായമായിരുന്നു, നിങ്ങൾക്കത് തടയാൻ കഴിയാത്തൊരു നിലയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതൊന്നും വിടുക, അതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇന്ന് സമയം കളയുന്നില്ല ശ്രീ അജയ് തറയിൽ. ദയവായി ചർച്ചയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. തോമസ് P ജോസഫിൻ്റെ വിധി ഇന്നലെയും ഞാനത് ഉദ്ധരിച്ചതാണ്. പൊതു താല്പര്യമുള്ള ഇത്തരം കേസുകൾ ഒത്തുതീർപ്പാക്കാനാകില്ല. വമ്പന്മാരുടെ പങ്കുള്ളതുകൊണ്ടാണ് സരിതയ്ക്കും ബിജുവിനും സർക്കാരിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്ത് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്, അത് കണ്ടുകെട്ടേണ്ടതാണ്. സരിത ജയിലിലായിരിക്കെ കേസ് ഒത്തുതീർപ്പാക്കാൻ ആരാണ് പണം നൽകിയത്? എവിടെ നിന്നാണ് പണം കിട്ടിയത്? ഇത് ചോദ്യങ്ങളുടെ. സരിതയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നപ്പോൾ തോമസ് P ജോസഫ് എന്ന ജഡ്ജി ഓപ്പൺ കോർട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ മറുപടി ലഭിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ ശ്രീ അജയ് തറയിൽ? ശ്രീ R ബാലകൃഷ്ണപിള്ള നേരത്തെ അജയ് തറയിലുമായി സംസാരിക്കുകയായിരുന്നു. അജയ് തറയിൽ പറയുന്നത് ശരിയാണ്, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കത്തെവിടെ? ആ കത്തെന്തുകൊണ്ട് R ബാലകൃഷ്ണപിള്ള പുറത്തു വിടുന്നില്ല എന്നാണ് ചോദ്യം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കത്ത് ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ. ഞാനത് പറഞ്ഞല്ലോ നികേഷേ, പല പ്രാവശ്യം പറഞ്ഞു. ഞാനത് വായിച്ചിട്ട് എന്റെ കാണിച്ച ആളുടെയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കത്തിനെ പറ്റി ഞാൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കത്തൊന്നും സൂക്ഷിക്കുന്ന എന്റെ ജോലിയല്ല. ഞാൻ കമ്മീഷനില് ആ കത്തിൽ നിന്ന് എനിക്ക് എന്റെ അഭിമാനം നഷ്ടപ്പെടാതെ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്.
വേറൊരു കാര്യം നിങ്ങൾ മറക്കണം. നികേഷ് ഇന്ന് 2 പ്രാവശ്യം തെറ്റുകൾ പറഞ്ഞു. ഒന്ന്, ഈ സംഭവം നടക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ ശരിയല്ല. ആ ഡേറ്റ് ആലോചിക്കണം. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് 2.25 വർഷമായി. സരിത ജയിലിൽ കിടക്കുന്ന സമയത്ത് ഗണേഷ് കുമാർ മന്ത്രിയല്ല. ഗണേഷ് കുമാറിന് PA ഇല്ല. ഒന്ന് കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മേടിച്ച കാശിനെ പറ്റി ഈ കത്തിൽ വരാൻ ഒക്കില്ല. കാരണം കത്ത് ഇത് ജയിലിൽ കിടക്കുമ്പോഴാ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന കാശ് മേടിച്ചു എന്ന് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പൊ കത്തിനെ വായിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു അഴിമതി നടന്നോ, സരിതയ്ക്ക് കാശ് കിട്ടിയോ എന്നൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി എന്നെ പോലെ ആൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതിന് സംശയമില്ല. അത് ഞാൻ അതിന്റെ ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയത്. ദയവായി ഫോണിൽ കേൾക്കണം താങ്കൾ ചർച്ച. ഇവിടെ ശ്രീ മനോജ്, താങ്കളുടെ പേര് ഈ സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട്. താങ്കൾ സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരനായിരുന്നു എന്ന് ഫെനി പറയുകയാണ്. ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട, ഞാൻ രാവിലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ സാമ്പത്തിക ഇടപാടുകളിലൊന്നും ഞാൻ കക്ഷിയല്ലായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം എൻ്റെ അടുത്ത് ബാലകൃഷ്ണപിള്ള സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിൽ ഇടപെടുന്നത്. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ അന്ന് UDFിൻ്റെ ഭാഗമാണ്. UDFിൻ്റെ പിന്നെ ഒരു കക്ഷിയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ, പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നും അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, യാതൊരുവിധ സാമ്പത്തിക ഇടപാടും ഞാൻ അറിയുകയോ ഞാനതിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതിൽ രാവിലെ പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ ശബ്ദം പോലും അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും. പക്ഷെ ഞാൻ രാവിലെ തന്നെ ഓൺ ചെയ്തു, ഞാൻ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓൺ ചെയ്തു. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല എന്നുള്ളത് ആവർത്തി ഞാൻ വ്യക്തമാക്കുകയാണ്. താങ്കൾ പറയുന്നു സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി താങ്കൾക്ക് അറിയില്ല എന്ന്. സ്വാഭാവികമായും ഒരു സാമ്പത്തിക ഇടപാടിൽ പങ്കാളിയാണെങ്കിൽ തന്നെയും ശ്രീ മനോജ്, അത് ഞാൻ പങ്കാളിയായിരുന്നു എന്ന് പറയുന്നവർ കുറവായിരിക്കും. അതവിടെ ഒരു നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ, എന്തിനാണ് ഈ പ്രദീപ് അവിടെ പോകുന്നത്? എന്തിനാണ് സരിതയെ അനുനയിപ്പിക്കാൻ പോകുന്നത്? ആ അനുനയ രീതി ആർക്കു വേണ്ടിയായിരുന്നു? ആരാണ് അതിൻ്റെ പിന്നിൽ? അല്ല, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞങ്ങളന്ന് UDFിന്റെ ഭാഗമാണ്. UDFിന്റെ സ്ഥാപക നേതാവെന്നുള്ള രീതിയിൽ ബാലകൃഷ്ണപിള്ള സാറിനെ ചുമതലപ്പെടുത്തി. ബാലകൃഷ്ണപിള്ള സാറിനോട് ചിലപ്പോൾ ഉന്നതനായ ആരെങ്കിലും ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടാവാം ഇത് ചെയ്തു കൊടുക്കണം എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്ന നിർദ്ദേശങ്ങൾ, ഞങ്ങളൊക്കെ വളരെ ചെറിയ ആൾക്കാരാണ്, ഞാനും പ്രദീപം എന്നൊക്കെ പറയുന്ന വളരെ താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ചുമതലപ്പെടുത്തി. ഞങ്ങളത് വളരെ നന്നായി ചെയ്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഇതുമായി വേറെ ബന്ധമൊന്നുമില്ല. സരിതയെ കാണുന്നത് പോലും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. എനിക്ക് അതിനു മുമ്പ് സരിതയുമായി പരിചയമില്ല. അജയ് തറയിൽ കാര്യങ്ങൾ ക്ലിയർ ആവുകയാണ്. അതായത് ആ സമയത്ത് UDFിൻ്റെ ഉന്നത നേതൃത്വം ആർ ബാലകൃഷ്ണപിള്ളയോട് സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ആർ ബാലകൃഷ്ണപിള്ള അതിന് പ്രദീപിനെയും മനോജിനെയും നിശ്ചയിക്കുന്നു. അവർ ജയിലിൽ പോകുന്നു. സരിതയുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഈ പറയുന്ന കാര്യം. അവിടെയാണ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് ഈ പറയുന്ന സാമ്പത്തികമായ ഇടപാടിന് ഇടനിലക്കാരനായി നിന്നത് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഒക്കെ ആയിരുന്നു എന്ന് കാര്യങ്ങൾ വ്യക്തമായില്ലേ? എന്താണ് ക്ലിയർ ആയത് നികേഷേ? എന്താണ് ഇവിടെ ക്ലിയർ ആയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടി, ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിലെ സമ്പന്നനായ ഒരു നേതാവ് ഈ മനോജിനെയും പ്രദീപിനെയും ഉപയോഗിച്ച് ഇത്തരം ഓപ്പറേഷൻ നടത്തും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി എന്ത് കാര്യമുള്ളൂ? ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനകത്ത് കടക്കാൻ പറ്റുമവർക്കൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒരു കഥയാണ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ഈ കേസ് ഒതുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. ഞങ്ങൾ ഈ കേസ് വളരെ സ്ട്രോങ് ആയി നടത്തി സരിതയെ ശിക്ഷിച്ചിരിക്കുകയാണ്. അഭിമാനമാണ് എന്തിന് പ്രദീപിനെയും അതുപോലെ മനോജിനെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ തട്ടിപ്പ് കേസുകൾ എത്ര ഒതുക്കി ശീലമുള്ളവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് മനോജിനെ പോലെയോ അല്ലെങ്കിൽ പ്രദീപിനെ പോലുള്ള ഒരാളുകളുടെ സഹായം തേടുന്നത് എന്തിന് എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണെന്ന് തോന്നും, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂട്ടിയേർക്കുമ്പോൾ. അല്ല, അത് ശ്രീ അജയ് തറയിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കുന്നത്. കാരണം
പുള്ളിക്ക് എങ്ങനെയും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണം എന്നുള്ള നിലപാടോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിക്കരുത്. മനോജ് എന്ന് പറയുന്നവനും പ്രദീപ് എന്ന് പറയുന്നവനും ഒക്കെ പുഴുക്കളാണെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ശ്രീ അജയ് തറയിലിനെ പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ പോലെ മിടുക്കന്മാരൊന്നും അല്ല. പക്ഷേ ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നതിന് മനോജിന്റെയും പ്രദീപിന്റെയും കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്നുള്ളത് അജയ് തറയിൽ മറക്കരുത്. ശ്രീ വി രാജേഷ് ഒരു പ്രാവശ്യം കൂടി ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള എടുത്തു പോയതിനു ശേഷം ഇവിടെ ആ സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഉമ്മൻചാണ്ടിയുടെ മുറിയിലെ CCTV ദൃശ്യങ്ങൾ കാണണമെന്ന് പ്രതിപക്ഷം ശാഠ്യം പിടിച്ചു. CCTV മാഞ്ഞു പോവും എന്ന് പറഞ്ഞു. ആ വിഷയം ഒഴിവാക്കിയെടുത്തു. പിന്നീട് മൊബൈൽ ടവർ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ആ തരത്തിൽ അന്വേഷണം നടത്തിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ NV രാജുവിൻ്റെ വിഷയം, പോലീസ് ഇവരെ ഈ നാട് മുഴുവൻ കറക്കിയത്, ഇത്രയധികം പ്രത്യക്ഷമായ തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ ഉണ്ടായിട്ട് ഇത് ഒടുവിൽ ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ പറയുന്നു മുഖ്യമന്ത്രിയാണ് പണം സംഘടിപ്പിച്ചു കൊടുത്തതെന്ന് പറയുന്നു. നമ്മളൊക്കെ തന്നെയും അതിൽ ഒരു പാസീവായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നീതി നടത്തിപ്പ് പൂർണ്ണമായും കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഉണ്ടാകണം എന്ന് ശഠിക്കുന്നവരല്ലേ ഈ കാര്യത്തിലോ അല്ലെങ്കിൽ സമീപകാലത്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം തന്നെയും നമ്മളിങ്ങനെ അതങ്ങനെ നടക്കൂ അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന നിലയിലായിപ്പോയത് എന്തുകൊണ്ടാണ്? ഞാൻ എന്ത് പറയണമെന്നാണ് നികേഷ് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ ചോദ്യമേ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് അറിയാമായിരുന്നു. ഈ കാശ് മേടിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിന് മുമ്പാണ് ഞാൻ ഈ കത്ത് കണ്ടത്. സരിത നായർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ കത്ത് വായിക്കുന്നത്. അതിനുശേഷമുള്ള സംഭവവികാസമൊന്നും എന്റെ ജോലിയല്ല. ഫെനി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരായിട്ട് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫെനി ആദ്യം തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ പിന്നെ ഇതിന്റെ പുറയൊന്നും നിന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നൊന്നും നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. നേരിട്ട് ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോ പിന്നെ ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോയതുമില്ല. ഞാൻ ആദ്യം ഇതൊക്കെ വെറുതെയാണ് എന്നാണ് ധരിച്ചിരുന്നത്. സത്യം പറയട്ടെ, അതായത് ഗവൺമെന്റിനെതിരായി ചിലരൊക്കെ കൂടി നടത്തുന്ന ഒരു ഉപജാപത്തിന്റെ ഫലമാണ് ഇതെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ധാരണ മാറിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു, അല്ല നമ്മുടെ പാർട്ടിക്കാരും പിന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുമില്ല. സത്യം. ഇത് സരിതാ നായർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ. അന്നൊന്നുമില്ല. അന്നൊക്കെ ഞാൻ UDF ആയിട്ട് വലുതെ അകൽച്ചയിലും അകന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് പിന്നെ എന്റെ ഒഴിപ്പെട്ടതല്ല. എനിക്ക് സരിതയെ അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും മറുപടി പറയാം. അല്ല, ഞാൻ ചോദിച്ചത് ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള, ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ? ഇതൊന്നും ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നൊരു ആവശ്യം പോലും നമുക്ക് ഇല്ലാതായി പോകുന്നു. എന്റെ നികേഷേ, ഞാന് കൊടുത്തിരിക്കുന്ന മൊഴി, കോടതിയിൽ കമ്മീഷന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴി, ആ മൊഴി എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ കത്തിലുള്ളതുമായ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്തിലില്ലാതെയും സരിതാ നായർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതിയ കത്തിൽ പിന്നീടുള്ള മണി ട്രാൻസാക്ഷന്റെ കാര്യം വരുന്നത് എങ്ങനെയാണ്? ടൈമൊന്നും നോക്കണ്ടേ? എങ്ങനെയാണത്? പിന്നെ എങ്ങനെയാ ഞാൻ അന്വേഷിക്കുന്നത്? തുടരുക ദയവായി. ശ്രീ വി രാജേഷ്, ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ടാവുമല്ലോ എന്നാണ്. സ്വാഭാവികമായും അതിലേറ്റവും പ്രസക്തമായ മൊഴി, നിർണായകമായ മൊഴി ആർ ബാലകൃഷ്ണ പിള്ളയുടേതായിരുന്നു. പക്ഷേ അത് ബൈൻഡിങ് അല്ലല്ലോ ഈ ഗവൺമെൻറ്റിന്. മാത്രമല്ല, ഈ ഗവൺമെൻറ് നിശ്ചയിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പരിസരമൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു തട്ടിപ്പുകാരിയെ സഹായിച്ചു എന്നുള്ള ആദ്യത്തെ ആക്ഷേപം നിൽക്കട്ടെ. ഈ തട്ടിപ്പുകാരിയുടെ കേസ് ഒതുക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുക എന്ന ഗുരുതരമായ ആക്ഷേപം സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ട് അത് നമ്മൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചോളും എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് ശരിയാണോ? നികേഷ്, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനിലെ പുറകെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ശ്രീ അജയ് തറയിൽ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം പുറത്തുവിട്ടിട്ട് ഇത്രയും മണിക്കൂറുകളായി സരിതാ നായർക്ക് മുട്ടടയിൽ, തിരുവനന്തപുരത്ത് മുട്ടടയിൽ 5 മുക്ക് വയൽ എന്ന സ്ഥലത്ത് ഉദ്ദേശം 1,10,00,000 രൂപ വിലപിടിപ്പുള്ള വീട് അവരുടെ ബന്ധുവിന്റെ പേരിൽ വാങ്ങാൻ വേണ്ടി പണം കൊടുത്തതിൽ മുഖ്യമന്ത്രിയുടെ സഹായമുണ്ടെന്ന് BJP ആരോപണം ഉന്നയിച്ചു. ഞാൻ മറ്റൊന്നുകൂടി പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് 2 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്ന സമയത്ത് സരിതാ നായർ മുഖ്യമന്ത്രിയുടെ ക്യാബിനുള്ളിലുണ്ട്. ആ ചിത്രം കാണുന്നില്ല. വളരെ ഉത്തരവാദിത്വത്തോടെ ഈ ആരോപണം ഉന്നയിക്കുന്നു. രാജേഷ്, ആ ചിത്രം കണ്ടില്ല. തെറ്റാണ് എന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വ്യക്തമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒന്ന് എൻലാർജ് ചെയ്യൂ. എൻ്റെ കയ്യിലുള്ള ചിത്രം ഞാൻ ആ ചിത്രം റിപ്പോർട്ടർ ചാനലിൽ കൈമാറാൻ തയ്യാറാണ്. 2 ലക്ഷം രൂപയുടെ ചെക്ക് ടീം സോളാർ മുഖ്യമന്ത്രിക്ക് ഏൽപ്പിക്കുന്ന സമയം സരിതാ നായർ മുഖ്യമന്ത്രിയുടെ ചേംബറിനുള്ളിലുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ വെള്ള മുണ്ട് ഷർട്ട് വിട്ടുകൊണ്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചേംബറിനുള്ളിൽ സരിതാ നായർ ഉണ്ട്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ലക്ഷ്മി കൂടി ഫോട്ടോയിൽ നിൽക്കൂ, സരിതാ നായർ ഒഴിഞ്ഞു മാറി. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് പറയുന്നു, ഇത് അന്വേഷിക്കുവാൻ കേരള പോലീസ് തയ്യാറുണ്ടോ? മറ്റൊന്ന്, ഇവിടെ ശ്രീ മനോജ് തന്നെ സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഗും താടിയും ധരിച്ചുകൊണ്ട് സരിതാ നായരെ കാണാൻ ഒരു വ്യക്തി പ്രദീപ് ജയിലിൽ പോയി എന്ന് സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജയിലിലെ സുരക്ഷ എന്താ? എന്ത് ചെക്കിങ്ങാ ജയിലിലുള്ളത്? വിഗും താടിയും ധരിച്ചുകൊണ്ട് ഒരാളിന് ആൾമാറാട്ടം നടത്തിക്കൊണ്ട് ജയിലിനുള്ളിൽ പോയി സരിതാ നായരുമായി സംവദിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന സുരക്ഷിതമായ സുതാര്യമായ ജയിൽ ഭരണ സംവിധാനം പൊളിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? ഇത് തെളിവാക്കിക്കൊണ്ടാണ് നികേഷ് പറയുന്നത് സരിതാ നായരുടെ മുഴുവൻ കേസും അട്ടിമറിക്കുവാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ ചെയ്തു കൊടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങളൊക്കെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ അജയ് തറയിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. ഇന്നൊരു ടെലിവിഷൻ ചാനൽ വന്ന് പറയുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി എന്ന്. മുഖ്യമന്ത്രി തമ്പാനൂർ രവി വഴി തട്ടിപ്പുകാരിയായ സരിതാ നായർക്ക് പണം കൊടുത്തു കേസ് ഒത്തുതീർപ്പാക്കാനെന്ന്. ഈ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ട കേസ് കൊടുത്തുകൂടെ? കൊടുക്കില്ല എന്നാര് പറഞ്ഞു? ഇന്ന് വന്നല്ലേ ഉള്ളൂ. ഈ വന്ന കാര്യം ചാനലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നാളെ പ്രതീക്ഷിക്കാം. അതിനകത്ത് നാളെ നടക്കുന്ന കാര്യമല്ലേ. ഇവിടെ രാജേഷ് എന്താ കൊടുക്കുമ്പോൾ ശ്രീ അജയ് തറയിൽ താങ്കൾ ഉപദേശിക്കേണ്ടത് വെറും വക്കീൽ നോട്ടീസിൽ ഒതുക്കരുത് എന്നുള്ളതാണ്. അത് കേസായി തന്നെ പോകാൻ നിർദ്ദേശിക്കണം താങ്കൾ. കാരണം താങ്കൾ പോയി അവിടെ ചെന്ന് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ KPCC വക്താക്കൾക്ക് അവിടെ ലജ്ജ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഒരു കേസെങ്കിലും ഫോർവേഡ് ചെയ്യണം എന്ന് പറയണം താങ്കൾ പോയിട്ട്. 3 ദിവസത്തിനകം ഞാൻ ചില കാര്യങ്ങൾ പുറത്തു വരും. മഞ്ചേരി കോടതിയിലാണെന്ന് തോന്നുന്നു അവരുദ്ദേശിക്കുന്നത്. പേര് എഴുതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ അതും ഈ പറയുന്ന തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് ആകാം. പക്ഷേ ഇന്നലെ ക്യാമറ റോൾ ചെയ്യുന്നുണ്ട് എന്നറിയാതെ സരിത ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രം എന്താണ് ജയിലിൽ പോകേണ്ട സാഹചര്യം? മറ്റുള്ളവരുടെ പങ്കാളിത്തം എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അവരെന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല? തുടങ്ങിയ ചോദ്യങ്ങൾ സരിത ഉന്നയിക്കുന്നുണ്ട്. എവിടെയാണ് പണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? ആരെയൊക്കെയാണ് സരിത പുതുതായി ടാർഗറ്റ് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ താങ്കൾക്കറിയാമോ? കുറച്ചു കാലം സരിതയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. സുഹൃത്തെ, സരിത ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്ന ഒരു പരിധിവരെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അബ്ദുള്ള കുട്ടിയെക്കുറിച്ച് സരിത ആരോപിക്കാത്ത ആരോപണങ്ങളൊന്നുമില്ല. പക്ഷേ അബ്ദുള്ള കുട്ടിയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം വാങ്ങിയതിന് ശേഷം അബ്ദുള്ള കുട്ടിയുടെ പേരോ അബ്ദുള്ള കുട്ടിയെക്കുറിച്ച് യാതൊരുവിധ കമാനക്ഷരം മിണ്ടാത്തതാണ് സരിത. അതുപോലെ തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ശരി, 3 ദിവസത്തിനകം സരിത കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗിൻ്റെ അടുത്ത എഡീഷനാണോ? തീർച്ചയായിട്ടും സരിതയെ രക്ഷപ്പെടുത്തിയത് UDF ആണ്, കോൺഗ്രസ് നേതൃത്വമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ചില തൽപര കക്ഷികളാണ്. അല്ലെങ്കിൽ സരിത ഇപ്പോഴും ജയിലിൽ കിടക്കും. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് കോടികൾ മുടക്കി സരിത ജാമ്യത്തിൽ ഇറക്കിച്ചത്. സരിത ജയിലാകുമ്പം ബാലൻസ് 1.5 ലക്ഷമാണ് ബാങ്കിൽ. പിന്നെ എങ്ങനെ സരിതയ്ക്ക് ഇത്രയും സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാനൽ അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം നടത്തട്ടെ. സരിത ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ മാത്രം എന്തേ ജയിലിൽ പോകുന്നു, എന്നെ രക്ഷിക്കാൻ ആരുമില്ലാത്തതിൻ്റെ സാഹചര്യം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? സരിത മാത്രം പോകണമെന്ന് സരിതയാണല്ലോ ഏറ്റവും കൂടുതൽ ഈ അഴിമതി നടത്തിയത്. അതിന് സരിതയ്ക്ക് സപ്പോർട്ടും ഉണ്ടല്ലോ മന്ത്രിസഭയിൽ നിന്ന്. അപ്പം ആ മന്ത്രിസഭയിലുള്ള ആരെങ്കിലും കൂടെ വിടാനായിരിക്കും സരിത പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ വീണ്ടും സരിതയ്ക്ക് നിഷ്പ്രയാസം ജയിലിൽ നിന്ന് മോചിതയാവാം. അത് നിങ്ങൾ മനസ്സിലാക്കൂ. എന്തേ കോൺഗ്രസ്സുകാരൊന്നും മിണ്ടാത്ത? കേന്ദ്രമന്ത്രി KC വേണുഗോപാലിനെതിരായിട്ട് ഞാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്നദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. എന്തേ ഒരു അന്വേഷണം നടത്താത്ത?
ഉന്നയിച്ച ആരോപണം സത്യമാണോ അസത്യമാണോ എന്ന് അജയ് തറയിൽ നമുക്ക് ചോദ്യം ഉത്തരം എന്ന നിലയിൽ പോകാം. ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇവിടെ സരിതയുടെ നേതൃത്വത്തിൽ? ഉണ്ടല്ലോ. ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. മുഖ്യമന്ത്രി ഓഫീസ് സഹായം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജോപ്പനെ നിങ്ങൾ പുറത്താക്കിയത് എന്തിനാണ്? ജിക്കുമോനെ പുറത്താക്കിയത് എന്തിനാണ്? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജോപ്പൻ സരിതയുമായി ചില ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇല്ലാതെ പറയുന്നില്ല. ഈ തട്ടിപ്പിൽ ജോപ്പൻ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. തട്ടിപ്പിൽ ജോപ്പൻ ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങളുടെ തിരുവഞ്ചൂരിന്റെ പോലീസ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്? അതെന്തുകൊണ്ടാണ് ഈ കേസിൽ ജോപ്പൻ പ്രതിയാകാത്തത്? ജോപ്പൻ പ്രതിയാണല്ലോ. ശ്രീധരൻ നായരുടെ കേസിൽ ജോപ്പൻ പ്രതിയാണ്. അല്ല, ഞാൻ ബാബുരാജിന്റെ കേസിന്റെ കാര്യം പറഞ്ഞത്. അല്ല, ബാബുരാജിന്റെ കേസിന്റെ കാര്യം എങ്ങനെയാ പറയാ? അതിനിടയിൽ ശ്രീധരൻ നായർ കൊടുത്ത കേസിൽ ജോപ്പൻ പ്രതിയാണ്. ഞാൻ ആ കേസ് ഇപ്പൊ ശിക്ഷിച്ച കേസിനെ കുറിച്ച് ചർച്ച. ശിക്ഷിച്ച കേസിനകത്ത് അടുത്ത ഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി സരിതയ്ക്ക് പരിചയമുണ്ടല്ലോ. ഇപ്പോ ഈ രാജശേഖരൻ പറയുന്നത് പോലെ, അല്ല നേരത്തെ വി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലക്ഷ്മി നിൽക്കൂ എന്ന് പറയുന്ന ഒരു ഫോട്ടോ രാജേഷ് കാണിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്ന് സരിത ഏതോ ഫയൽ ഒപ്പിടിക്കുന്നതിൻ്റെ ഫോട്ടോ എല്ലാ പത്രങ്ങളിലും ഇപ്പോൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരാനിരിക്കുന്നതുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ഇവർക്ക് പരിചയമുണ്ട്, ബന്ധമുണ്ട്. അല്ല നികേഷേ, പാലയിൽ നടന്ന ഒരു പരിപാടിയിൽ മൂന്നാമത്തെ ബാക്ക് റോയിൽ ഇരിക്കുന്ന സരിത അടുത്ത ആള് മുകളിലൂടെ വന്ന് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എന്തോ പറയുന്നത് ഒരു ഫോട്ടോ വന്നു. അതുപോലെ അദ്ദേഹത്തെ ഞാൻ ചോദിക്കട്ടെ, സരിത മുഖ്യമന്ത്രി നിയമസഭയിൽ അത് പറയുകയും ചെയ്തതാണ്. ലക്ഷ്മി നായർ എന്ന ഒരാൾ എന്നെ വന്നു കണ്ടിരുന്നു, അതിന്റെ കൂട്ടത്തിൽ ശ്രീധരൻ നായർ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീധരൻ നായർ വന്നിരുന്നു, ഒരു ക്വാറി ഓണേഴ്സ് അസോസിയേഷന്റെ കൂടെയാണ് വന്നത് എന്ന് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായെന്ന്. ലക്ഷ്മി നായരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അന്ന് തർക്കമുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ന് പിന്നീട് ലക്ഷ്മി നായരുടെ കൂടെ ജീവിച്ചിരുന്ന ബിജു രാധാകൃഷ്ണൻ എന്നയാളുമായി എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ലക്ഷ്മി നായർ ഉൾപ്പെട്ട ഒരു പ്രശ്നം മുഖ്യമന്ത്രി 1 മണിക്കൂർ കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് MI ഷാനവാസ് MP ആണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധമില്ല എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. അങ്ങനെ ഒരു കേസിനെ ഒതുക്കി തീർക്കുന്നതിൻ്റെ കഥയാണ് NV രാജുവും അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് അട്ടക്കുളങ്ങര വരെയുള്ള യാത്രയിലൂടെയും ഒക്കെ നേരത്തെ വിശദീകരിച്ചത്. അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി തമ്പാനൂർ രവി വഴി കേസ് ഒതുക്കി തീർക്കുന്നതിന് സരിത എസ് നായർക്ക് പണം നൽകി എന്ന വിഷയത്തിലേക്ക് വരെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണത് നിഷേധിക്കാൻ കഴിയുക? അതാണ് ഞാൻ ചോദിച്ചത്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് വസ്തുതാ വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. കഥയാണെങ്കിൽ കേസ് കൊടുക്ക്. അത് കണ്ടോളൂ. നിങ്ങൾ ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കേസ് കൊടുക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലല്ലോ. ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ ഇന്നേ വരെ സരിതയെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുമായി അവർക്ക് അടുപ്പമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇല്ലാത്തൊരു കാര്യമാണ് ഇത്. ഒരു കോൺസ്പിറസി, ഒരു കൊല്ലമായി നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ പുതിയ തലത്തിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു കാരണവശാലും തെളിവുകളില്ല. സരിതയെ സഹായിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല. അതുകൊണ്ടാണ് സരിതയെ ശിക്ഷിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യൂ. സ്വകാര്യ അന്യായം, അതിന്മേൽ ആദ്യം ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുക്കുന്നു, മാസങ്ങൾ കാത്തിരിക്കുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒടുവിൽ കോടതിയെ സമീപിക്കുന്നു, കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം നടക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ശിക്ഷാവിധി ഉണ്ടായത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ അജയ് തറയിൽ താങ്കളെ. ഡോക്ടർ TM തോമസ് ഐസക്, അജയ് തറയിൽ, രാജശേഖരൻ, VV രാജേഷ്, ഒപ്പം തന്നെ R ബാലകൃഷ്ണപിള്ള, മനോജ്, നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 8 സവറിൽ ഇടവേള.